നമ്മുടെ ഈ നീലഗ്രഹം, കോടിക്കണക്കിന് വർഷങ്ങളായി ജീവന്റെ തുടിപ്പ് പേറുന്ന ഭൂമി. പക്ഷെ എന്നെങ്കിലും ഇതിനൊരു അന്ത്യമുണ്ടാകുമോ? ശാസ്ത്രലോകം പറയുന്നത് അതേ എന്നാണ്. അതെ, എങ്ങനെയായിരിക്കും? നമുക്കൊരു ടൈം മെഷീനിൽ കയറി ഭാവിയിലേക്ക് ഒന്ന് പോയി നോക്കിയാലോ? ആദ്യം സംഭവിക്കുക കാലാവസ്ഥ മാറ്റങ്ങളാണ്. ഭൂമിയുടെ പ്രഭാവത്തിൽ വരുന്ന മാറ്റങ്ങൾ വലിയ മഞ്ഞുകൾക്കോ അല്ലെങ്കിൽ അസഹനീയമായ ചൂടിനോ കാരണമായേക്കാം. ഒരു പക്ഷെ വലിയൊരു ഉൽക്ക ഭൂമിയിൽ പതിച്ചേക്കാം. അത് ജീവജാലങ്ങളുടെ അന്ത്യത്തിന് കാരണമായേക്കാം. ഏകദേശം 500 കോടി വർഷങ്ങൾ കഴിയുമ്പോൾ നമ്മുടെ സൂര്യൻ പ്രായമായി തുടങ്ങും. സൂര്യനിലെ ഇന്ധനമായ ഹൈഡ്രജൻ തീരുന്നതോടെ സൂര്യൻ വീർക്കാൻ തുടങ്ങും. ഇതിനെയാണ് ശാസ്ത്രം റെഡ് ഗെയിൻ എന്ന് വിളിക്കുന്നത്. സൂര്യൻ വലുതായി വന്ന് ബുധനെയും ശുക്രനെയും വിഴുങ്ങും. ചൂട് സഹിക്കാനാവാതെ ഭൂമിയിലെ സമുദ്രങ്ങളെല്ലാം പറ്റി വരളും. അവസാനം ഭൂമി സൂര്യന്റെ ഭാഗമായി മാറിയേക്കാം. ബാക്കി കേൾക്കണ മുമ്പ് എന്റെ ചാനൽ ഇഷ്ടപ്പെടുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഇനി ഭൂമി രക്ഷപ്പെട്ടാൽ തന്നെ കോടിക്കണക്കിന് വർഷങ്ങൾക്ക് ശേഷം നക്ഷത്രങ്ങളെല്ലാം അടഞ്ഞു പോകും. പ്രപഞ്ചം വികസിച്ച് എല്ലാ നക്ഷത്രങ്ങളെയും തമ്മിൽ ഒരുപാട് അകലത്തിലാക്കും. ഇതിന് ബിഗ് ഫ്രീസ് എന്ന് വിളിക്കുന്നു. വെളിച്ചമോ ചൂടോ ഇല്ലാതെ ഒരു നിശബ്ദമായ പ്രപഞ്ചം. ഇതൊക്കെ കേട്ട് നിങ്ങൾ പേടിക്കേണ്ടതില്ല. കാരണം ഇതൊക്കെ സംഭവിക്കാൻ ഇനി കോടിക്കണക്കിന് വർഷങ്ങൾ വേണം. അപ്പോഴേക്കും മനുഷ്യർ മറ്റൊരു ഗ്രഹത്തിലേക്ക് ചാക്കേറി കഴിഞ്ഞിട്ടുണ്ടാകും. ഭൂമിക്ക് ശേഷം മറ്റൊരു വീട് നമുക്ക് ലഭിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കാം. അടുത്ത വീഡിയോയിൽ കാണുന്നവരെ ബൈ.